ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിനടുത്തുള്ള പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് കൃഷിയുണ്ട്. ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങൾ, കോളിഫ്ലവർ ഇങ്ങനെയുള്ള ഒരുപാട് കൃഷിയുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കൃഷി എന്നൊരു പാടത്താണ്. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഇവിടെ വിളവെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് കാണാം. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ ക്യാരറ്റ് മുഴുവനായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പശു ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് ക്യാരറ്റ് നമ്മൾ ഇളക്കിയെടുക്കാറ്. അപ്പോൾ ക്യാരറ്റ് കുഴിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ അത്രയും ഉഴുതുമായിട്ട് ഇളക്കി മറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ കിടക്കുന്ന എല്ലാം കണ്ടില്ലേ, ക്യാരറ്റിൻ്റെ ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ ക്യാരറ്റ് ഉണ്ട്. നമുക്ക് നല്ല ക്യാരറ്റ് കാണാം. വാ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ക്യാരറ്റ് കേട്ടോ. ഇതാണ് ക്യാരറ്റിൻ്റെ പാടം. അപ്പോൾ ഇത് ക്യാരറ്റ് ആവശ്യം പോലെ ഇളക്കി കറക്റ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ക്യാരറ്റ് ഈ സാധനം വെച്ചിട്ടാണ് ഇളക്കി എടുക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ക്യാരറ്റ് ഇളക്കി എടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇളക്കി കാണിച്ചു തരാം. കണ്ട ഇത് കണ്ട, ഇതാണ് ക്യാരറ്റ്. കണ്ടേ, അപ്പോൾ ഇത് കണ്ട ക്യാരറ്റ് ഞാൻ ഇളക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ ഒരുപാട് ക്യാരറ്റ് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ട, നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി കേട്ടില്ലേ, നല്ല തണുത്ത ക്യാരറ്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇതില് സത്യം പറഞ്ഞാല് എല്ലാന്നും ഇവരെ എടുക്കത്തില്ല കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ ഇളക്കിയിരുന്നാ ഇവിടെ ഇങ്ങനെ കുറേയൊക്കെ ഇളക്കി കളയും. കുറെ നല്ല സാധനങ്ങളൊക്കെ എടുക്കും, ചെറുതൊക്കെ കളയും. അപ്പൊ ഇതാണ് ക്യാരറ്റ് കൃഷി എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഈ ക്യാരറ്റാണ് നമുക്ക് അവിടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടാറ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇതൊരു ക്യാരറ്റിന്റെ പാടം മാത്രമാണ്. അപ്പം ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ എൻ്റെ പുറകിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ താഴെ വേറെ എന്തൊക്കെയുണ്ട്, എനിക്ക് കറക്റ്റ് ഈ ഇല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇവിടുത്തെ ക്യാരറ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ക്യാരറ്റിൻ്റെ വിളവെടുപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ ഒരു മൺവെട്ടി വെച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഇളക്കുന്നത്. അപ്പം ക്യാരറ്റ് ആവശ്യം പോലെ ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ട ഈ ഇത്രയും ഭാഗം ആ കാണുന്ന പശു വയ്ക്കുന്ന അവിടെ തൊട്ട് ഇതുവരെ ഇവർ ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട്. അതിന് ക്യാരറ്റ്, നല്ല ക്യാരറ്റ് നോക്കി എടുത്തിട്ടാണ് ഇവരിങ്ങനെ മാർക്കറ്റുകളിൽ വിൽക്കാൻ കൊടുക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് പൂമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ തന്നെ നമുക്ക് ഒരുവിധം കൃഷി ചെയ്യുന്ന, അതായത് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റ് പുഴുതെടുത്തിട്ട് നമ്മളെ മണിക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. മണിക്കുട്ടി ഓടി തുടങ്ങി. കണ്ട ക്യാരറ്റ് ചേച്ചി ക്യാരറ്റൊക്കെ പുഴുത് കയ്യിൽ വെച്ച് നിൽപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം ഇത്ര ഈ കാണുന്ന ഈ ഒരു ഏരിയ പാർട്ടായിട്ടാണ് ഈ കൃഷി ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. ഇത്ര കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ക്യാരറ്റ് നമുക്ക് വിളവെടുക്കാനുണ്ട്. കണ്ടില്ലേ, കിലോ 50 രൂപ അല്ലേ. ഇവിടെ നിന്ന് വിളവെടുക്കുന്ന ഫ്രഷ് ക്യാരറ്റ് കിലോ 50 രൂപയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മളവിടെ കിട്ടുന്നേക്കാളും ഫ്രഷ് സാധനം, ഫ്രഷ് ക്യാരറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിലോ 50 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മ അങ്ക കേരളാവില് 1 കിലോക്ക് 40 രൂപ. ഇങ്ക എവ്വളവ് 1 കിലോക്ക്? 1 கிலோ 50 ரூபா. 50 ரூபா. 5 கிலோ 10 கிலோ எக்ஸ்ட்ரா தான் உங்களுக்கு வரும். 15 கிலோ எக்ஸ்ட்ரா தான் வரும். 500 അടിപൊളി സംഭവം തന്നെ. നല്ല ഫ്രഷ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പർ ക്യാരറ്റ്. അത്രയും അടുത്ത് വെക്കില്ല, A1 ക്വാളിറ്റി. അതിൽ ക്ലിപ്പ് ചെയ്തു. അടിപൊളി. கொஞ்சம் கூலாவே இருக்கு அல்ல பாங்க. நல்லா இருக்கு. കൊച്ചച്ചത് കഴിവിയാണല്ലോ. കഴിച്ചിട്ട് പറഞ്ഞു. സൂപ്പർ. നമ്മളവിടെ കഴിക്കുന്നതിനേക്കാളും വ്യത്യാസമുണ്ട്. നമ്മളവിടെ കഴിക്കുന്നതിൽ ഇത്തിരി മധുരം കൂടുതലായിരിക്കും. ഇത് കറക്റ്റ് മധുരം, കറക്റ്റ് സൂപ്പർ. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഫ്രഷ് ക്യാരറ്റ് എടുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നമ്മളവിടുത്തെ ക്യാരറ്റ്, അതായത് നമ്മളവിടെ നിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ക്യാരറ്റും ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇപ്പോൾ പുഴുതെടുക്കുന്ന ക്യാരറ്റും തമ്മിലുള്ള ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. കഴിക്കാൻ തന്നെ വേറൊരു ക്രിസ്പി ഫീൽ കേട്ടോ. ഞാൻ മാർക്കറ്റ് അടിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വെയിലൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് വ്യത്യാസം വരുമായിരിക്കും. ഹായ്, വേണം. ഇത് കഴിഞ്ഞിട്ട് മുട്ടക്ലോസ് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റിൽ മേടിക്കുന്ന മധുരം ഉണ്ടല്ലോ, ചെറിയൊരു മധുരം, ആ ഒരു മധുരം അതിനില്ല. കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയണേ, ഒരു നമ്മൾ പച്ചവെള്ളം കുടിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ക്യാബേജ് തോട്ടത്തിലോട്ടാണ്. ഈ സംഭവം പൊളിയാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നമ്മളിപ്പോൾ ഉള്ളത് ക്യാരറ്റ് തോട്ടത്തിന്റെ തന്നെ തൊട്ടടുത്തുള്ള ക്യാബേജ് തോട്ടത്തിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് ഒരു ക്യാബേജ് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം വിളഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് വിളഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഇതെങ്ങനെയാ കട്ട് ചെയ്യണേ? ഇതിപ്പോ നമ്മൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജ് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഇത് സംഭവം ഇങ്ങനെ ഒടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. സംഭവം നമ്മൾ അതിൽ നിന്ന് നിൽക്കുന്ന സംഭവത്തിൽ നിന്ന് മണ്ട ഇങ്ങനെ പളച്ചന ഒടിച്ചെടുക്കും കേട്ടോ. ഇതുണ്ട്. ഓ തണുപ്പ്. ഇതിനകത്ത് ഫ്രഷ് ക്യാബേജ് ആണ് നിങ്ങളിപ്പോ കണ്ടുപിടിക്കുന്നത്. നമ്മള് ഫാം ഫ്രഷ്, അതായത് നമ്മൾ തോട്ടത്തിൽ നിന്ന് കൃഷി ഇതാ അവിടെ അടുത്തൊടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? കൃഷി ചെയ്ത് തോട്ടത്തിൽ നിന്ന് ഇപ്പോഴും ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ ക്യാബേജ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത വീണ്ടും ഒടിക്കുന്നുണ്ട്. 1x ഇട്ട് കണ്ടു. ചേട്ടാ ഒരെണ്ണം ഞാൻ ഒടിച്ചെടുത്തോട്ടെ. ഒടിച്ച് അപ്പൊ ഇതേ ഈ ക്യാബേജ് ഞാൻ ഒടിച്ചെടുക്കാൻ പോകണം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ബലം വേണം, എന്നാലേ ഒടിച്ചെടുക്കാൻ പറ്റുള്ളൂ. വാ സൂപ്പർ സംഭവം കൊള്ളാൻ കേട്ടോ. എന്നോട് വേലക്ക് എടുത്ത എനിക്ക് സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഈ സാധനം. അതായത് ഈ ഇലയൊക്കെ ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും കളയാനില്ലെന്നാ തോന്നുന്നത്. ഇത് നമ്മളൊരു 4 ക്യാബേജ് ഇവിടെ നിന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിയിരിക്കുകയാണ് കേസ്. അപ്പൊ ഒരെണ്ണം നമ്മള് പിള്ളേരെ വീട്ടിൽ ഒടിക്കാൻ പോകണം കേട്ടോ. ഒടിക്കോ പുഴുവെടുക്കരുത്, ഒടിച്ചെടുക്കാനാ പറഞ്ഞത്. ഒടിച്ചെടുക്ക്. പറ്റൂല വിട്ടോ, അത് പുഴു വരും. അടുത്ത ചേച്ചി ക്യാബേജ് ഒടിച്ചെടുക്കാൻ പോകുന്നു കേട്ടോ. ടാസ്കാണ് കേട്ടോ. ഇതാണ് ക്യാബേജിനെ മരത്തോടെ വീഴുന്നത്. ഇവിടുന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അല്ലല്ല അത് ഒടിച്ചു. അതെടുത്തോ? അത് പായ്പൂലേ. നമ്മള് ഒരെണ്ണം ഒടിച്ച് ഫ്ലോപ്പ് ആയി പോയിട്ട് വീണ്ടും ഒരെണ്ണം. ചേച്ചി അങ്ങനെ പിടിച്ചിട്ടേ മുകളിലോട്ട് വലിച്ചു പൊടിച്ചു, അങ്ങനെ വലിച്ചു ഒടിച്ചാൽ കൊടുത്താൽ മതി. അങ്ങനെ തന്നെ ഒരെണ്ണം അങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒടിച്ചെടുത്തു. ഫാം ഫ്രഷ് പൊടിച്ചെടുത്ത സാധനമാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിച്ചോണ്ട് പോവാം. അതായത് ഫാം ഫ്രഷ്, അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ലൈവായിട്ട് നമുക്ക് വന്ന് അപ്പോഴും വിളവെടുക്കുന്ന സാധനങ്ങൾ നമുക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോവാം. അങ്ങനെ സംഭവം ഉണ്ട്. ഇത്രയും കൃഷിയാണ് കേട്ടോ ഇവിടെ. ഇത്രയും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ഈ കിടക്കുന്ന കംപ്ലീറ്റ് കൃഷിയാണ്. അത് ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ. എല്ലാം പല പല ഐറ്റങ്ങളാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാരറ്റ്, ഇത് ക്യാബേജ്, അവിടെയും ക്യാബേജ്, പിന്നെ അത് അങ്ങോട്ടൊക്കെ വേറെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൊടൈക്കനാലിലെ പൂമ്പാറയിലെ കൃഷിത്തോട്ടങ്ങൾ. കൃഷിത്തോട്ടങ്ങളുടെ കാര്യവും കൃഷിയും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ചാടിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കമ്പി വല്ലതും ഉണ്ടോ? പുത്ത് കയറിച്ചാവും. ഗൈസ്, അപ്പം കൊടൈക്കനാലിലെ പൂമ്പാറയ്ക്ക് അടുത്തുള്ള ഈ കൃഷിത്തോട്ടങ്ങളിൽ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇവിടുത്തെ ഈ പൂമ്പാറ മാർക്കറ്റിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും, അതായത് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരുവിധ സാധനങ്ങളെല്ലാം ആ മാർക്കറ്റിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഇത് വിളവെടുക്കുന്നത് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പം വിളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ലൈവായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.